കോഴിക്കോട് നഗരമധ്യത്തിൽ വൻ തീപിടുത്തമുണ്ടായി മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരാശങ്കയായി തന്നെ നിഴലിക്കുകയാണ്. ജയലക്ഷ്മി സിൽക്സിന്റെ 2-3 നിലകളിലായി പടർന്ന തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പരിമിതി നേരിടുന്നുണ്ട്. രമ്യയിലേക്ക് പോകുന്നു. രമ്യ, നമ്മളോട് പ്രതികരിച്ച പരിസരവാസികൾ പറയുന്നത് ഈ കെട്ടിടത്തിനകത്തേക്ക് വെള്ളം എത്താൻ കഴിയാത്തത് അല്ലെങ്കിൽ വെള്ളം എത്തിക്കാൻ കഴിയാത്തതാണ് തീ അണയ്ക്കാൻ സാധിക്കാത്തത് എന്നാണ്. കാരണം പലപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റ് വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഈ ഗ്ലാസ് ഭാഗങ്ങളിൽ ചില്ലുകളിൽ തട്ടി നിൽക്കുകയാണ്, പൂർണ്ണമായും അകത്തേക്ക് പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഇതിനോടകം തന്നെ. എന്തായാലും അവർ ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ എന്താണ്? കാരണം ഉള്ളിലേക്ക് പടർന്ന തീ എത്രയും പെട്ടെന്ന് അണയ്ക്കുക എന്നുള്ളതാണ്. അതിനായി ഇപ്പോൾ സ്വീകരിക്കുന്ന മുൻകരുതലുകൾ എങ്ങനെയാണ്? ഇപ്പോൾ നിലവിൽ ഈ പുറമേയുള്ള ചില്ലുകൾ പൊട്ടിച്ച് ഉള്ളിലേക്ക് വെള്ളം കടത്തിവിടാനുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ശ്രമിക്കുന്നത്. കാരണം അത് ആദ്യഘട്ടത്തിൽ അത്രയധികം പോസിബിൾ ആയിരുന്നില്ല. കാരണം വലിയ തോതിൽ തന്നെ തീയും അതുപോലെ തന്നെ പുകയും ചൂടും എല്ലാം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പുറത്തു നിന്നും പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നത് പുറത്തു നിന്നും വെള്ളം ഉള്ളിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുക തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ തീ നിയന്ത്രണ വിധേയമാകാതെ വലിയ തോതിൽ ഉള്ളിൽ തീ കത്തി ഈ ചില്ലുകൾ ഉൾപ്പെടെ പൊട്ടി തകർന്ന് വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങളും അതുപോലെ തന്നെ വലിയ ശബ്ദത്തോടു കൂടി ആ ചില്ലുകളെല്ലാം പൊട്ടി വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പൊട്ടി വീണ ഭാഗങ്ങളിൽ കൂടെ വെള്ളം അകത്തേക്ക് എത്തിക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ ഇത്തരത്തിൽ ഈ ചില്ലുകൾ പൊട്ടിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രമങ്ങൾ കൂടി ഇവിടെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം ശ്രമിക്കുന്നുണ്ട്. കാരണം കൂടുതൽ തന്നെ കൃത്യമായി തന്നെ വെള്ളം ഉള്ളിലേക്ക് എത്തിച്ച് തീ നിയന്ത്രണ വിധേയമാക്കുക എന്ന് തന്നെയാണ് അതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ച് ഇത്തരത്തിൽ ചില്ലിൻ്റെ ഭാഗങ്ങളെല്ലാം പൊട്ടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളം കടത്തിവിട്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കുന്ന അല്ലെങ്കിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ 2 യൂണിറ്റുകളാണ് 3 യൂണിറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ 3 യൂണിറ്റുകളിൽ നിന്ന് വെള്ളം ശക്തമായി തന്നെ ഉള്ളിലേക്ക് എത്തിച്ചുകൊണ്ട് തീ നിയന്ത്രണം വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശ്രമങ്ങളാണ് ഈ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നത് തടയാൻ ഇപ്പോൾ നിലവിൽ സാധിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും സാധിക്കുന്നുണ്ട്. കാരണം ഈ കൂടുതൽ വശങ്ങളിലേക്ക് ഇതിൻ്റെ പിൻഭാഗത്താണ് ഈ ജയലക്ഷ്മി വസ്ത്രശാലയുടെ പിൻഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ആ മേഖലയിൽ തന്നെയാണ് 2-3 നിലകളിലായി ഈ തീ പടർന്നു പിടിക്കുന്നതും. അത് കൂടുതൽ മേഖലകളിലേക്ക് അത് മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഇത് കത്തിയിട്ടാണോ വന്നത്? കത്തിയിട്ടാണ് വന്നത്. ഇത്തരത്തിൽ എന്താ പ്രതികരണമുള്ളത്? കാരണം ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഒക്കെ ചെയ്യുന്നത് പുറത്തുനിന്ന് വെള്ളം അടിക്കുന്നൊരു നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രായോഗികമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും പ്രായോഗികം ഈ സൈഡ് മാത്രമേ കെടുത്താൻ കഴിയുള്ളൂ. അങ്ങേ സൈഡിൽ വീടാണ്. വീട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം അടിക്കാൻ പറ്റൂല. പ്രദേശവാസിയാണോ? നമ്മുടെ കച്ചവടക്കാരനാണ് അവിടുത്തെ. ഇവിടെ അടുത്താണോ? തൊട്ടടുത്ത്. അപ്പൊ ആശങ്കയുണ്ടോ? ആശങ്ക ഉണ്ട്. കാരണം ഇപ്പോൾ ഇതിങ്ങനെ നമ്മളെ റോഡൊക്കെ മൊത്തം ബ്ലോക്കാണ്. ഇപ്പോൾ റോഡ് ഇങ്ങോട്ട് വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല. അപ്പം ബാക്കിയുള്ള കച്ചവടക്കാരൊക്കെ ബുദ്ധിമുട്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു തീപിടുത്തം ഉണ്ടായത് ഇതേ സ്ഥാപനത്തിൽ അന്ന് ഇത്തരത്തിൽ വലിയ തോതിൽ 1/2 മണിക്കൂറിനുള്ളിൽ നോക്കാൻ ശാന്തമായിക്കുന്നുണ്ട്. ഇപ്പൊ ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? ഇത് ഞാൻ ഇവിടെ ഒന്നാമത്തെ തീപിടുത്തമുണ്ടായി. കാരണം ഫയർഫോഴ്സിന് എത്തിപ്പെടാനുള്ള സൗകര്യക്കുറവുണ്ട്. കാരണം റോഡിന്റെ സൗകര്യക്കുറവാണ്. റോഡ് വീതി കുറവാണ്. ഫയർഫോഴ്സ് ഇവിടെ അടുത്തുള്ള ഒന്ന് ബീച്ചിൻ്റെ അടുത്തുള്ളത്. അവിടെ നിന്ന് കൂടെ എത്തിപ്പെടാനുള്ള ഈ റോഡ് അത്രയും റഷാണ് ഇവിടെ. കോഴിക്കോട് സൗകര്യം കുറവാണ്. റോഡ് സൗകര്യം കുറവാണ് എത്തിപ്പെടാനുള്ളത്. അത് ആ റോഡിന്റെ അപര്യാപ്തത ആദ്യം നികത്തണം. പിന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ ചില്ലുകളെല്ലാം പൊട്ടി തകർന്നൊരിതുണ്ടായിരുന്നു. ചൂടുകൊണ്ട് പൊട്ടി വീണതാ, അല്ലാണ്ട് പൊടിച്ചതല്ല. ചൂടുകൊണ്ട് പൊട്ടി വീണതാ താഴേക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം അടിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ വെള്ളം അടിക്കാൻ ഫുള്ള് ഗ്ലാസ്സാണ്. അങ്ങോട്ട് വെള്ളം അടിക്കാൻ കഴിയില്ല. പൊട്ടിയ ഭാഗത്ത് കൂടെ വെള്ളം അടിക്കാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ തന്നെയാണ് ഇപ്പോൾ താഴെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മേലോട്ട് മാറി അടിക്കുമ്പോൾ പിന്നെ അവിടെ ആദ്യത്തെ നേരത്തെ പിന്നെ തീ പിടിക്കുന്നത്. 1-2 നിലകളിലായിട്ടാണ് കൂടുതലായിട്ട് തീ പടർന്നിട്ടുള്ളത്. റോഡാണ് ശരിക്കും മേലാന്നാ പറയുന്നത്. കാരണം ഇപ്പം റംസാൻ സീസൺ ആയതുകൊണ്ട് അതുമാതിരി സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്കാണ് ഇത്തിരി തീപിടുത്തണ്ടാകുന്ന പ്രശ്നം. ഈ തീപിടുത്തം ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രാഥമിക ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അല്ലാതെ ഇപ്പം അങ്ങനെ ഇത്തിരി വലിയ തീപിടുത്തം ഉണ്ടാവില്ലല്ലോ.
കാരണം പിന്നെ എന്താണ് ഈ സ്ഥാപനം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ ഇതേപോലെ തീപിടുത്തം ഉണ്ടായതാണ്. അപ്പൊ ഇത്തരത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായി, വീണ്ടും അതിനുശേഷം ഇപ്പൊ 2023 ആദ്യഘട്ടത്തിൽ ഉണ്ടായത് ഇപ്പൊ വീണ്ടും ഉണ്ടാവും. മാനേജ്മെന്റ് പിന്നെ നോക്കണം, കാരണം എന്തുകൊണ്ടാണ് രണ്ടാമത് തീപിടുത്തം ഉണ്ടായത്? കാരണം ഇതിപ്പോ അന്നുള്ളതിന് ഡബിൾ ആയിപ്പോ. ഇത് തന്നെയാണ്, ഇത് സമീപമുള്ള ഒരു കടയുടെ ഓണറാണ്. അദ്ദേഹം പറയുന്നത് തന്നെയാണ്, കാരണം ആശങ്കയുണ്ട്. ഇത് കഴിഞ്ഞ തവണ 2023 ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. അത് വലിയ തോതിൽ ഒരു തീ പിടിച്ച് ഇത്രത്തോളം ഒരു വലിയ തോതിലേക്ക് അത് മാറിയിരുന്നില്ല, അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിയിരുന്നില്ല. പക്ഷേ ഇത്തവണത്തേത് വലിയ തോതിൽ 2-3 നിലകളായി പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ച ഒരു അവസ്ഥയിൽ തന്നെയാണ് നിലവിലുള്ളത്. ഇത് ആദ്യഘട്ടത്തിൽ കൃത്യമായി തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിപ്പെട്ടെങ്കിലും ആദ്യഘട്ടത്തിൽ ഇവർക്ക് തീ അണയ്ക്കാൻ സാധിച്ചിരുന്നില്ല. അത് ചില്ലുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ചില്ലുകൊണ്ട് വശങ്ങളെല്ലാം മറച്ചൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി ഈ വെള്ളം എത്തിക്കുമ്പോൾ അങ്ങോട്ട് വെള്ളം ഉള്ളിലേക്ക് എത്തുന്നതിനും തീ പൂർണ്ണമായും കെടുന്നതിനും സാധിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. പിന്നീടാണ് ഇത്തരത്തിൽ ഈ കൂടുതലായി തീ വലിയ തോതിൽ ഉള്ളിൽ പടർന്നു പിടിക്കുകയും ചില്ലുകൾ ഉൾപ്പെടെ പൊട്ടിത്തകരുകയും ഈ അഡ്വർടൈസ്മെന്റിനായി ഉപയോഗിച്ച ഇത്തരത്തിൽ ബോർഡിങ്സ് എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കത്തിത്തീർന്ന് ഈ ചില്ലുകൾ ഉൾപ്പെടെ പൊട്ടിത്തകർന്നതിന് ശേഷമാണ് ഫയർഫോഴ്സുകൾക്ക് അല്ലെങ്കിൽ ഫയർഫോഴ്സ് യൂണിറ്റിന് കൃത്യമായി തന്നെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ കടയുടെ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ 4 വശങ്ങളും ഇത്തരത്തിൽ ചില്ലുകളാലൊക്കെ മറയ്ക്കപ്പെട്ടതിനാൽ തന്നെ കൃത്യമായി തന്നെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഉള്ളിൽ കടന്ന് വെള്ളം എത്തിച്ച് ഇത് തീ അണയ്ക്കുക എന്നുള്ള പ്രായോഗികമായ സംവിധാനമായിരുന്നില്ല. ഈ മുകളിലത്തെ നിലയിൽ ഇതിൻ്റെ ഗോഡൗൺ, അതായത് റംസാനാണ്, പെരുന്നാളാണ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്റ്റോക്കുകൾ ഇതിൻ്റെ മുകൾ നിലയിൽ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ആ മേഖലയിലേക്ക് തീ പടർന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എങ്കിലും ഈ 2-3 നിലകളിലായിട്ട് സാരികൾ ഉൾപ്പെടെ വലിയ തോതിൽ സജ്ജീകരിച്ചിട്ടുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. വസ്ത്രങ്ങളാണ്, പെട്ടെന്ന് തന്നെ തീപിടിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇത്തരത്തിൽ സാരിയുടെ സെക്ഷനാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ചെറിയ പുകയുയർന്നു, പിന്നീടാണ് അത് വലിയ തോതിലുള്ളൊരു അതിനൊരു ശമനം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. വലിയ രീതിയിൽ ആളിപ്പടർന്നുകൊണ്ടിരുന്നതിൽ നിന്ന് ഇപ്പോൾ ആ തീയുടെ ആളിക്കത്തൽ ഒരല്പം ശമിച്ചിട്ടുണ്ട്. അത്ര വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പതിയെ കാര്യങ്ങൾ മാറുന്നു, തീ നിയന്ത്രണ വിധേയമായി വരുന്നു എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ പുറത്തേക്ക് വലിയ തോതിൽ തന്നെ തീ പുറത്തേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യത്തിന് മാറ്റം വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഉള്ളിൽ ചെറിയ രീതിയിൽ അങ്ങിങ്ങായി തീ കത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും നേരത്തെ നമ്മൾ ആശങ്കപ്പെട്ടിരുന്ന വലിയ തോതിലുള്ള ഒരു തീ അണയ്ക്കാൻ ഇപ്പോൾ നിലവിൽ ഈ സാഹചര്യത്തിൽ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം ചില്ല് പൊട്ടിച്ച് ഉള്ളിലേക്ക് ഉൾപ്പെടെ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, തീ പിടിക്കാത്ത മറ്റു വശങ്ങളിലെ ചില്ലുകൾ ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ടാണ് ഇവർ അകത്തേക്ക് കയറാൻ. കാരണം നേരത്തെ ഇത്തരത്തിൽ ഈ ചില്ലുകൾ ഉൾപ്പെടെ ചൂടിൽ വലിയ തോതിൽ തീ കത്തിയപ്പോൾ ആ ചൂടിലാണ് പൊട്ടിത്തകർന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉൾപ്പെടെ വെള്ളം എത്തിക്കാൻ ഫയർഫോഴ്സിനും മറ്റും കഴിഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ നിലവിൽ ഇപ്പോൾ മറ്റു വശങ്ങളിൽ നിന്ന് ചില്ലുകൾ ഉൾപ്പെടെ പൊട്ടിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വസ്ത്രശാലയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വസ്ത്രശാലയ്ക്കുള്ളിൽ നിന്ന് ലൈറ്റ്, ടോർച്ച് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു തിരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അത്തരത്തിൽ എത്തിപ്പെടാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഏറെക്കുറെ തീ നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്ത നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ആശങ്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നേരത്തെ മേയർ ഈ തൊട്ടത്തിൽ രവീന്ദ്രൻ MLA അടക്കം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. രാത്രിയാണ്, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ